Hello friends, welcome back to English classroom. Yes, we have discussed the focus area in SSLC English. I think you remember there are 6 lessons and we have just opened a discussion on the areas in grammar. Grammarle bhagangale oru video vittu ningal kandittundav. Ini adu oro nammal charcha cheyum. Today we are going to start the revision on the lessons. 6 പാഠങ്ങളെ കുറിച്ചുള്ള റിവിഷൻ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന രീതി ആദ്യം നമ്മൾ 6 പാഠങ്ങളും എന്താണെന്ന് വളരെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ അടുത്ത റൗണ്ടിൽ പരീക്ഷയ്ക്ക് വരാവുന്ന പ്രോബബിൾ ക്വസ്റ്റ്യൻസ് മാത്രം ചർച്ച ചെയ്യും. അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. അടുത്ത റൗണ്ടിൽ ഈ പാഠങ്ങൾ എങ്ങനെയാണ് പരീക്ഷകൾ ഇതുവരെ അപ്പിയർ ചെയ്തത് എന്ന രീതി ചർച്ച ചെയ്യും. ഈ 3 റൗണ്ടോട് കൂടിയിട്ട് എല്ലാ കുട്ടികൾക്കും A+ കിട്ടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. റെഡിയാണല്ലോ? ഓക്കെ, ടുഡേ വി ആർ ഡിസ്കസിങ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. CDS, ആസ് യു നോ, ദാറ്റ്സ് എ ബാലഡ്. ബാലഡ് എന്ന് പറഞ്ഞാൽ നറേറ്റീവ് പോയാണ്, നമുക്കറിയാം. കഥ പറയുന്ന കവിതയാണ്, വിശദമായിട്ട് വരുന്നുണ്ട്. എഴുതിയതാരാണ്? വില്യം ബട്ട്ലർ ഈറ്റ്സ് ആണ്. അദ്ദേഹം ഒരു ഐറിഷ് പോയറ്റാണ്. ഇറ്റ് ഈസ് എ ടച്ചിങ് നറേറ്റീവ് അബൌട്ട് ഫാദർ ഗില്ലിഗൻ ഹൂ റെൻഡേർഡ് സെൽഫ്ലെസ് സർവീസ് ടു ദ പുവർ ആൻഡ് ദ നീഡി ഇൻ ഹിസ് പാരിഷ്. നമ്മൾ പറഞ്ഞു ബാലഡ് കഥ പറയുന്ന കവിതയാണെന്ന് പറഞ്ഞു. ഇത് പറയുന്നത് ആരുടെ കഥയാണ്? ഹൂ സ്റ്റോറീസ് ഹിയർ? ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ഫാദർ ഗില്ലിഗൻ. ആരാണ് ഫാദർ ഗില്ലിഗൻ? ഹൂ റെൻഡേർഡ് സെൽഫ്ലെസ് സർവീസ് ടു ദ പുവർ and the needy in his parish at the time of an epidemic. There at that time people were suffering from an epidemic, right? ഒരു മഹാവ്യാധി പിടിച്ച സമയത്ത്, പകർച്ചവ്യാധി പിടിച്ച സമയത്ത് തൻ്റെ ഇടവകയിലെ പാവപ്പെട്ടവരും ആവശ്യക്കാരുമായ എല്ലാ ആളുകൾക്കും നിസ്വാർത്ഥമായ സേവനം ചെയ്ത ഫാദർ ഗില്ലിഗൻ്റെ കഥയാണിത്. ഇത് The poem is an affirmation of a loving kind God who showers his benevolence on all his creations. തൻ്റെ സൃഷ്ടികളുടെ മുകളിൽ അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടികളിൽ തൻ്റെ അനുഗ്രഹം ചൊരിയുന്ന ദയാലുവായ സ്നേഹനിധിയായ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്, സ്ഥിരീകരണം കൂടിയാണ്. മാത്രമല്ല ഇറ്റ് ഡിക്ലെയർസ് ഗാഡ് ഈസ് മേഴ്സി. ഈ ബാലഡ് നമ്മൾ പറയുന്നത്, പ്രഖ്യാപിക്കുന്നത് എന്താ അറിയാം? ദൈവം കാരുണ്യാണ്, അതുപോലെ തന്നെ ദയയാണ്, അതുപോലെ സ്നേഹമാണെന്നാണ്. ഗോഡ് ഇൻ്റർവീൻസ് ഇൻ ദ ലൈഫ് ഓഫ് ദ പ്രീസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഇമ്മൻസ് നീഡ്. വളരെ ആവശ്യമുള്ള സമയത്ത് ആ പ്രീസ്റ്റിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതാണ് നമ്മളിതിൽ കാണുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾ വായിച്ചാൽ മതി, ജസ്റ്റ് കേട്ടാൽ മതി. ഇതിലിപ്പം കറണ്ട് മനസ്സിലോർക്കേണ്ടത് എന്തേ ഉള്ളൂ? ബാലഡ്, ഇപ്പോൾ ആ കവിതൻ്റെ പേര് തെറ്റാതെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എഴുതിയ നമ്മുടെ കവിൻ്റെ പേരും തെറ്റാതെ പഠിച്ചു വെക്കുക. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ക്യാപിറ്റൽ എഴുതിയ രീതിയൊക്കെ ശ്രദ്ധിച്ചാലുണ്ട്. വില്യം ബട്ട്ലർ ഈറ്റ്സ്, WB ഈറ്റ്സ്, അത് ഓർത്ത് വെക്കുക. നമ്മൾ ഓരോന്ന് അനലൈസ് ചെയ്യാണ്. വാട്ട്സ് ദ തീം ഓഫ് ദ പോയം? എന്താണ് ഈ കവിതൻ്റെ തീം? എന്താണ്? ഗോഡ് ഈസ് മേഴ്സി, പിറ്റി ആൻഡ് ലവ്. കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് മാത്രം പഠിച്ചാലും മതി, അത് ഓക്കെയാണ്. കഴിയുന്ന ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം എഴുതിയെടുക്കണേ, കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ദ പോയം ഈസ് ആൻ അഫർമേഷൻ ഓഫ് എ ലവിങ് കൈൻഡ് ഗോഡ് who showers his benevolence on all his creations. Clear ആണല്ലോ? It illustrates God's everlasting benevolence and how he intervenes in the life of an earnest priest at a time of immense need. കുഴപ്പമുണ്ടാവില്ല മക്കളെ, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇനി കഴിയുന്ന ആൾക്കാർ ഇതുവരെ പഠിക്കാം. ഫുള്ളായിട്ട് പഠിച്ചാൽ തീം വളരെ ക്ലിയറായി. റെഡിയല്ലേ? ഇപ്പോൾ എഴുതിയെടുക്കണം. നൗ next, what we see is the prominent features of a ballad. എന്താണ് ഒരു ബാലഡിൻ്റെ പ്രത്യേകത? അതൊക്കെ വിശദമായിട്ട് ഒന്നുകൂടി ഞാൻ പറയും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് എ നറേറ്റീവ്. ഫസ്റ്റ് പോയിന്റ് അതാണ്, കഥ പറയുന്ന കവിതയാണ്. ഫോക്സി, അത് വളരെ ആർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ളതും അതുപോലെ തന്നെ നാടോടി കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മ്യൂസിക്കലാണ്. നോട്ട് ചെയ്ത് വെക്കണേ, ഒരു വട്ടം ഒരു പാസേജ് ചോദിച്ചതുകൊണ്ട് അത് എടുത്ത് കാണിക്കുന്നത്.
ദ ലൈൻസ് ആർ മൂവിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ ദ സ്ട്രെസ്ഡ് സിലബിൾസ്. നമ്മളതിൽ ആക്ടിവിറ്റിയിൽ പഠിച്ചതാണ്. അതായത് ഒരു സ്ട്രെസ്ഡ് പിന്നെ അൺസ്ട്രെസ്ഡ് പിന്നെ ഒരു സ്ട്രെസ്ഡ് പിന്നെ അൺസ്ട്രെസ്ഡ്, അങ്ങനെയാണ് അതിൻ്റെ ഘടന ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രമാറ്റിക് ആണ് അടുത്ത പോയിന്റ്. ഡ്രമാറ്റിക് ആണ്, നറേറ്റീവാണ്, ഫോക്സിയാണ്, മ്യൂസിക്കലാണ്. ഡ്രമാറ്റിക് എന്താ ഡ്രമാറ്റിക് എന്ന് പറഞ്ഞാൽ ദർ ആർ മെനി ആക്ഷൻസ് ആൻഡ് സം വെർബൽ എക്സ്ചേഞ്ചസ്. ഒരുപാട് ആക്ഷൻസ് ഉണ്ട്, മാത്രമല്ല ചെറിയ ഡയലോഗ് പോലെ ഉണ്ട്. അടുത്ത സ്റ്റാൻസിക് സ്ട്രക്ചർ, സ്റ്റാൻസുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കവിതനെ. നിങ്ങൾക്കറിയാം 12 സ്റ്റാൻസ് ഉണ്ട്. ഓരോ സ്റ്റാൻസയിലും 4 വരി ഉണ്ട്. 4 വരിയിലെ നമ്മൾ ക്വാട്രെയിൻ എന്നാ പറയാം. റൈൻ സ്കീം ഉണ്ട്, ABCB ആണ്. ഇനി അടുത്തൊരു പ്രത്യേകത, യൂഷ്വലി ഹാസ് എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ബിഗിനിങ്. പെട്ടെന്ന് വളരെ പ്രതീക്ഷിക്കാത്തൊരു തുടക്കം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ബാലഡിൻ്റെ പ്രത്യേകത. മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ കവിതക്കുണ്ട്. നമ്മൾ മെല്ലെ കവിതയിലേക്ക് പോകണം. പെട്ടെന്ന് ഒരു 4-5 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യം പറയും, നല്ലോണം ശ്രദ്ധിക്കണം. The old priest Peter Gilligan was weary night and day. നമ്മൾ പറഞ്ഞു, it is the story of an old priest Peter Gilligan. What was his condition? He was old and he was weary, tired night and day. That means in a way all the time. രാത്രിയും പകലെന്ന് പറഞ്ഞാൽ എപ്പോഴും, ഓൾവേസ് ഉള്ള സെൻസേ ഉള്ളൂ. ഇതിൻ്റെ ആശയം പറഞ്ഞാൽ നിങ്ങൾ പ്രായമായ പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ എന്ന് പറയുന്ന അച്ഛന് അദ്ദേഹത്തിന് എപ്പോഴും ക്ഷീണമായിരുന്നു. രാത്രിയും പകലും ക്ഷീണമായിരുന്നു പറഞ്ഞാൽ എപ്പോഴും എന്തായിരുന്നു? ക്ഷീണമായിരുന്നു. ഫോർ ബിക്കാസ് ആണ്. വൈ വാസ് ഹി ടയേർഡ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടാകാൻ കാരണം? ഹാഫ് ഇസ് ഫ്ലോക്ക് വേർ ഇൻ ദെയർ ബെഡ്സ് ഓർ അണ്ടർ ഗ്രീൻ സ്ലേ. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ ആളുകളാണ്. അതിൽ പകുതിയോളം ആളുകൾ ഒന്നുകിൽ ദേവർ ഇൻ ബെഡ്സ്, അവർ ബെഡിലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദേവർ സിക്ക്, അവർ രോഗികളായിരുന്നു. ഓർ അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ, അല്ലെങ്കിൽ സോഡ് എന്ന് പറഞ്ഞാൽ മേൽമണ്ണാണ്. പച്ചപ്പുല്ലുകൾ നിറഞ്ഞ മേൽമണ്ണിൻ്റെ താഴെ കിടന്നിരുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദേവർ ഇൻ ദ ഗ്രേവ്സ്, ദേവർ ഇൻ ദ ബറിയൽ ഗ്രൗണ്ട്സ്. റെഡിയല്ലേ? അവരവർ ശവകുടീരങ്ങളിലായിരുന്നു എന്നുള്ള സെൻസ്. റെഡിയല്ലേ? ഒന്നുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒന്നുകിൽ അവർ രോഗം ബാധിച്ചിരുന്നു അല്ലെങ്കിൽ അവർ മരിച്ചിരുന്നു. ആകെ ഉള്ള ആളുകളുടെ പകുതിയോളം ആളുകൾ ഒന്നുകിൽ രോഗബാധിതരായിരുന്നു, അതല്ലെങ്കിൽ അവരെന്തായിരുന്നു? പിന്നെ മരിച്ചിരുന്നു എന്ന അർത്ഥം. കിട്ടാത്ത വാക്കുകളൊന്നും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് അപ്പം അദ്ദേഹത്തിന് ഇത്ര ക്ഷീണം ഉണ്ടാവാനുള്ള കാരണം? ഹീ ഹാഡ് ടു ഗീവ് ഓർ റെൻഡർ 2 types ഓഫ് സർവീസസ്. നിങ്ങൾക്കറിയാം 2 തരം സർവീസ് ഒരു ക്രിസ്ത്യൻ ഫെയ്ത്ത് അനുസരിച്ച് അദ്ദേഹം ചെയ്യേണ്ടതുണ്ട്. ഈ വാക്കുകൾ പഠിച്ചു വെക്കണേ. ഒന്ന്, എപ്പിഡമിക് എന്നുള്ള വാക്കുകൾ തലയിലുണ്ടാവുമല്ലോ, ആവശ്യമുള്ള വാക്കാണ് പകർച്ചവ്യാധി. ഈ വാക്ക് പഠിച്ചു വെക്കണം. ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ, അദ്ദേഹം എന്ത് ചെയ്യേണ്ടിയിരുന്നു? അന്ത്യകൂദാശ ചെയ്യേണ്ടിയിരുന്നു. അതുപോലെ തന്നെ ഫ്യൂണറൽ റൈറ്റ്സും ചെയ്യേണ്ടിയിരുന്നു. മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ ക്ഷീണം തോന്നിയത്. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? വൺസ് വൈൽ ഹി നോഡഡ് ഇൻ എ ചെയർ, വൺസ് ഹി വാസ് ഡോസിങ് ഇൻ എ ചെയർ. ഒരർത്ഥതാണ് അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? ഉറക്കം തൂങ്ങാണ്, മയങ്ങാനുള്ളൊരു സെൻസ് അതിനുണ്ട്. വേറെ സെൻസ് ഉണ്ട്. 2 അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അറ്റ് ദി മോത്ത് അവർ ഓഫ് ഈവ്, എപ്പോഴാണ് അത് സംഭവിച്ചത്? മോത്ത് അവർ ഓഫ് ഈവനിങ്, വൈകുന്നേരം മോത്ത് വരുന്ന സമയത്ത്. വാക്കത്തൊക്കെ താഴെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് നീണ്ടുപോകും. വൈകുന്നേരം മോത്ത് വരുന്ന സമയത്ത്, ശലഭങ്ങൾ വരുന്ന സമയത്ത്, പാറ്റകൾ വരുന്ന സമയത്ത്. നിശാശലഭാണ് മോത്ത്, നമുക്കറിയാം, അത് കാണുന്നുണ്ട്. അനദർ പുവർ മാൻ സെൻഡ് ഫോർ ഹിം, വേറൊരു പാവപ്പെട്ടവൻ ഇദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞയച്ചു. എന്തിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ടു റിസീവ് ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ. എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? അവസാനത്തെ അന്ത്യകൂദാശ കിട്ടാൻ വേണ്ടിയിട്ട്, അന്ത്യചടങ്ങുകൾ മരിക്കാൻ പോകുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് എന്തുകൊണ്ടാണ് പൂവറാന്ന് പറയാൻ കാരണം? ഒന്നാൾ പാവമായിരിക്കും, പൂവറായിരിക്കും. രണ്ടാമത്തെ കാര്യം, മരിക്കാൻ പോകുന്ന ഒരാളോട് എപ്പോഴും നമ്മൾ സഹതാപം ഉണ്ടാവും. റെഡിയല്ലേ? അപ്പോൾ ഈ സമയത്ത് ഈ ബിഗാൻ ടു ഗ്രീവ്, നമ്മൾ ഗില്ലിഗൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഗ്രീവ് ചെയ്യാൻ തുടങ്ങി. ഗ്രീവിന് സങ്കടപ്പെടുക എന്ന് അർത്ഥമുണ്ട്. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ച ഗ്രംബിൾ, ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ മക്കളെ? ഇപ്പോൾ 2 അർത്ഥത്തിൽ ആ നോട് ഞാൻ പറഞ്ഞു. ഒന്ന്, മയങ്ങുമ്പോൾ ഇയാൾ വന്ന് വിളിച്ചുള്ള സെൻസ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കാൻ വന്നപ്പോൾ അയാൾ വരാമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ട് ഹി അഗ്രീഡ് ടു കം എന്ന സെൻസായിട്ട് വരാം. റെഡിയല്ലേ? അപ്പോൾ ആശയം കറക്റ്റായിട്ട് കിട്ടിയല്ലോ. എന്തൊക്കെയാണ് വാട്ട് ഡിഡ് ഹി കംപ്ലയിൻ, എന്തൊക്കെയാണ് അദ്ദേഹം കംപ്ലയിൻ ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം ഗ്രംബിൾ ചെയ്തത് എന്തൊക്കെയാണ്? ഐ ഹാവ് നോ റെസ്റ്റ്, നോ ജോയ്, നോ പീസ്. എനിക്ക് റെസ്റ്റ് ഇല്ല, എനിക്ക് ജോയ് ഇല്ല, എനിക്ക് സന്തോഷമില്ല, അതുപോലെ തന്നെ ഏതില്ല? വിശ്രമമില്ല. പീസ്,
സമാധാനമില്ല. ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ, ബിക്കോസ് പീപ്പിൾ ഡൈ വൺ ആഫ്റ്റർ ദി അതർ, ഒന്നിന് പുറകെ ഒന്നായി ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടാത്തൊന്നുമില്ലല്ലോ. പക്ഷെ അപ്പം തന്നെ അദ്ദേഹം ചെയ്ത് ആഫ്റ്റർ ക്രൈഡ് ഹി ഗോഡ് ഫോർ ഗീവ്, ദെൻ ഹി ക്രൈഡ്, തിരിച്ച് പറഞ്ഞാൽ ദെൻ ഹി ക്രൈഡ്, അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദൈവമേ പുറത്തു തരണേ എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, മൈ ബോഡി സ്പീക്ക്, എൻ്റെ ശരീരമാണ്. സ്പീക്ക് എന്ന് പറഞ്ഞാൽ സ്പോക്കിൻ്റെ പണ്ടത്തെ ആർക്കേക്യൂസ് ആണ്, പണ്ടത്തെ ഉപയോഗ രൂപമാണ് സ്പീക്ക്. മൈ ബോഡി സ്പോക്ക്, എൻ്റെ ശരീരമാണ് സംസാരിച്ചത്, നോട്ട് ഐ, ഞാനല്ല. ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തെ എന്താ, ആൻഡ് ആഫ്റ്റർ ക്രൈഡ്, ഇതൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ടാവും. എഴുതിയിട്ട് പഠിച്ചാൽ ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് അത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പറഞ്ഞ ഉടനെയാണ് അദ്ദേഹം ആലോചിക്കുന്നത്, ഇറ്റ് ഈസ് ഹിസ് ഗോഡ് അസൈൻ ഡ്യൂട്ടി ടു ലുക്ക് ആഫ്റ്റർ ദ പാരീഷണേഴ്സ്, അവിടുത്തെ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഏതാണ് ഒരു ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ടു കംപ്ലൈൻ അഗൈൻസ്റ്റ് ഇറ്റ് ഈസ് എ സിൻ, അതുകൊണ്ട് അതിനെതിരെ പരാതിപ്പെടുക എന്നുള്ളത്, നമ്മൾ പടച്ചോനെ ഏൽപ്പിച്ച ഒരു പണിക്കെതിരെ പരാതിപ്പെടുക എന്നുള്ളത് പാപാണ്. അതും ഒരു അച്ഛൻ ചെയ്യുമ്പോൾ വളരെ ഗുരുതരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നത്. റെഡിയല്ലേ? പിന്നെ അതിനൊന്നും അദ്ദേഹം ഒരു ചെറിയ ന്യായീകരണം കണ്ടെത്തുക ചെയ്യുന്നത്, എൻ്റെ ശരീരമാണ് പറഞ്ഞത്, ഞാനല്ല എന്ന് പറഞ്ഞാൽ ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ല, പറഞ്ഞു പോയതാണ് എന്നൊക്കെ സെൻസാണ്. ഇത് ക്ലിയർ ആണല്ലോ. ഇത് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപ റെപ്പൻഡൻസ് ആണ് അത് കാണിക്കുന്നത്. ഹി നെൽറ്റ് ആൻഡ് ലീനിങ് ഓൺ ദ ചെയർ, മുട്ടുകുത്തിയിട്ട് ചെയർമേൽ ഇങ്ങനെ ചാരിക്കിടന്നിട്ട്, ഹി പ്രൈഡ്, ചാരുന്നിട്ട്, ഹി പ്രൈഡ് ആൻഡ് ഫെൽ അസ്ലീപ്, അദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവത്തിനോട് പൊറുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. എന്നിട്ടോ ഹി ഔട്ട് ഓഫ് റെപ്പൻഡൻസ് ആണ് ഇപ്പം മുട്ടുകുത്തുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ വേറെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കണേ. ആൻഡ് ഫെൽ അസ്ലീപ്, അദ്ദേഹം ഉറങ്ങിപ്പോയി. ആൻഡ് നമ്മൾ ഈ ചില ചോപ്പിൽ കൊടുത്തതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. And the moth hour went from the fields. The moth hour went from the fields. Moth hour പാടങ്ങളിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ ഈവനിങ് ഹാസ് പാസ്ഡ്, രാത്രി വൈകുന്നേരം കടന്നുപോയി. Now the stars began to peep. ആര് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി? രണ്ടർത്ഥം കൊടുക്കാം. പീപ്പിന് അപ്പിയർ എന്ന അർത്ഥമുണ്ട്, ഒളിഞ്ഞു നോക്കാനുള്ള അർത്ഥമുണ്ട്. അതിൽ കാണാതെ രണ്ടർത്ഥം കൊടുക്കാം. നക്ഷത്രങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങിയ, ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. റെഡി അല്ലേ? ദാറ്റ് മീൻസ് നൈറ്റ് കംസ് ഓർ നൈറ്റ് കെയിം എന്ന അർത്ഥം വരിക, രാത്രിയായി. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ ദേ സ്ലോലി ഇൻ ടു മില്യൻസ് ഗ്രൂ. എന്താ അവിടെ ദേ എന്ന് പറഞ്ഞാൽ സ്റ്റാർസ് ആണ്. ദേ സ്ലോലി ഇൻ ടു മില്യൻസ് ഗ്രൂ, ലക്ഷങ്ങളായിട്ട് മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എണ്ണാൻ പറ്റാത്തവർക്ക് കാണിക്കാനാണ് സാധാരണഗതി മില്യൺസ് നന്നായിട്ട് ഒപ്പാണ്ട് പറയാം. അത് അസംഖ്യമായിട്ട് മാറി, അത്രയും കൂടുതലായിട്ട് വളരെ കൂടുതലായിട്ട് എന്ത് മാറി നക്ഷത്രങ്ങൾ. ഒന്നായി, ഒന്ന് പത്തായി, 10 100ആയി, 10,000ആയി, ലക്ഷങ്ങളായി, കോടികളായി, ബില്യൺസ് ആയിട്ട് മാറിയത്. റെഡിയല്ലേ? ആൻഡ് ലീവ്സ് ഷുക്ക് ഇൻ ദ വിൻഡ്, ചെറിയ ബ്രീസ് ഉണ്ടായിരുന്നു രാത്രി, നൈറ്റിലെ ബ്രീസ്. അതിൽ ലീവ്സ് ഷുക്ക്, ഇലകൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇളകാൻ തുടങ്ങി. ഇതൊക്കെ നല്ലൊരു ഇമേജ് ആണല്ലോ, ശ്രദ്ധിക്കണം, വിശദീകരിക്കണം, ഇപ്പം ശ്രദ്ധിക്കണം. ആൻഡ് ഗോഡ് കവേർഡ് വേർഡ് വിത്ത് ഷെയ്ഡ്, ലോകത്തെ മുഴുവനും തൻ്റെ സൃഷ്ടികളെ മുഴുവനും ഷെയ്ഡ്, ഇവിടെ ഡാർക്ക്നെസ് ആണ്, ഇരുട്ടുകൊണ്ട് അങ്ങനെ പൊതച്ചു പടച്ചോൻ. ആൻഡ് വിസ്പേർഡ് ടു മാൻകൈൻഡ്, മനുഷ്യരോട് മന്ത്രിച്ചു. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വരേണ്ടത് തൻ്റെ സ്വന്തം കുഞ്ഞിനെ വളരെ സ്നേഹത്തോടു കൂടെ ലാൽ ചെയ്തിട്ട് ലലാബി പാടിയിട്ട് ഉറക്കുന്ന ഒരു അമ്മയുടെ, ഒരു മദറിൻ്റെ രൂപമാണ് വരിക. അപ്പോൾ ഒരു അമ്മ സ്വന്തം കുട്ടിയെ മാത്രം സ്നേഹത്തോടു കൂടി ചെയ്യുമ്പോൾ ദൈവം സകല ചരാചരങ്ങളെയും സകല സൃഷ്ടികളെയും താരാട്ട് പാടി ഉറക്കി എന്ന അർത്ഥം. അല്ലെങ്കിൽ ഷുക്കിൻ്റെ വിൻഡ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ആ പ്രകൃതിയുടെ ചെറിയ റസ്ലിംഗ് സൗണ്ട് ഉണ്ടാവും അവിടെ, അതൊക്കെയാണ് വിസ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ. Upon the time of sparrow chirp when moths came once more. സ്പാരോ ചേർപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുരുവികൾ ശബ്ദം ഉണ്ടാക്കുന്ന അതിൻ്റെ ആ ഒരു ചിലപ്പിനാണ് സ്പാരോ ചേർപ്പ് എന്ന് പറയാം. ആ സമയമായപ്പം, ദാറ്റ് ഈസ് മോർണിംഗ്. മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ആ കാലത്ത് വാച്ചോ അതല്ലെങ്കിൽ ക്ലോക്കോ മൊബൈലൊന്നുമില്ല. അവർ സമയം മനസ്സിലാക്കിയിരുന്നത് ഫ്രം ദ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ നേച്ചർ ഫ്രം ടൈം ടു ടൈം. ഓരോ സമയങ്ങൾ, ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ശ്രദ്ധിച്ചാലുണ്ട്. സമയാസമയങ്ങളിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കിയിട്ടാണ് അവരിത് മനസ്സിലാക്കിയിരുന്നത്. നമ്മൾ കണ്ടു മോത്ത് അവർ ഓഫ് ഈവ്, സ്റ്റാർസ് വരുമ്പോഴാണ് രാത്രിയാണെന്ന് മനസ്സിലാവുക. അതേപോലെ തന്നെ പിന്നെ സ്പാരോ ചേപ്പ് കേൾക്കുമ്പോഴാണ് ഏർലി മോർണിംഗ് ആണ് മനസ്സിലാവും. റെഡിയല്ലേ? അപ്പോൾ വീണ്ടും മോത്ത് വന്നു. നിങ്ങൾക്കറിയാം, മോത്ത് രാവിലെയും വരും വൈകുന്നേരം വരും, നമുക്കറിയാം അത്. ദി ഓൾഡ് പീറ്റർ ഗില്ലിഗൻ സ്റ്റുഡ് അപ്രൈറ്റ് ഓൺ ദ ഫ്ലോർ. അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് നേരെ നിന്നു, കിട്ടാത്തതൊന്നുമില്ലല്ലോ. റെഡിയല്ലേ? നൗ
മവ്രോൺ മവ്രോൺ ദ മാൻ ഹാസ് ഡൈഡ്. അദ്ദേഹം കഷ്ടം കഷ്ടം എന്നതിന് അർത്ഥമുള്ളൂ. മവ്രോൺ മൊബ്രോൺ എൻ്റെ സങ്കടമേന്നൊക്കെ അതിൻ്റെ അർത്ഥം. ഇവിടെ എന്ത് മനസ്സിലാക്കിയാൽ മതിയാ? കഷ്ടം എന്ന് മനസ്സിലാക്കിയാൽ അലാസ്തൊക്കെ സെൻസിൽ മനസ്സിലാക്കിയാൽ മതി. ഒരു എക്സ്പ്രഷനായിട്ട് മനസ്സിലാക്കുക, സങ്കടം കാണിക്കാനുള്ള. ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. ഞാൻ കസാലയിരുന്ന് ഉറങ്ങിയപ്പോൾ ആ മനുഷ്യൻ മരിച്ചുപോയി. He roused his horse out of its sleep. He woke his horse. അദ്ദേഹം ഹോഴ്സിനെ കുതിര എന്ത് ചെയ്തു? ആ ഉറക്കത്തുനിന്ന് ഉണർത്തിയിട്ട് റോഡ് വിത്ത് ലിറ്റിൽ കെയർ ലീഡ് റെക്ലെസ്ലി. യാതൊരു ശ്രദ്ധയില്ലാതെ എന്ത് ചെയ്തു? അദ്ദേഹം ഓട്ടിച്ചു എന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ വരുംവരായികളെ പോലെ മുന്നും പിന്നും നോക്കാതെ എന്ത് ചെയ്തു? അദ്ദേഹം നോക്കിയെന്ന് പറഞ്ഞാൽ അത്രയും അദ്ദേഹത്തിന് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. ഹി വാണ്ടഡ് ടു റീച്ച് അറ്റ് ദ ഹൗസ് ഓഫ് ദാറ്റ് മാൻ. ആ മരിക്കാൻ പോകുന്ന ഹു വാസ് ഗോയിങ് ടു ഡൈ, മരിക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്താനുള്ള ഒറ്റ ലക്ഷ്യമേ. അപ്പം അദ്ദേഹത്തിൻ്റെ സേഫ്റ്റിയെ പറ്റി പോലും ശ്രദ്ധിക്കാതെ അദ്ദേഹം എന്ത് ചെയ്ത്? ഓട്ടിച്ചു. എങ്ങനെയാണ് അദ്ദേഹം ഓട്ടിച്ചത്? ഹി നെവർ നോ ആസ് ഹി നെവർ റോഡ്. ഹി റോഡ് നോ ആസ് ഹി നെവർ ഡൺ. മുമ്പൊരിക്കലും ചെയ്യാത്ത അത്ര ആ രൂപത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്ത്? അതിനെ ഓട്ടിച്ചത്. ഏതിലൂടെ ഓട്ടിച്ചത്? ബൈ റോക്കി ലൈൻ ആൻഡ് ഫെൻ. റോക്കി പാറക്കെട്ടുകളുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഇടവഴികളാണ്. ആൻഡ് ഫെൻ മാശി പ്ലേസ് ആണെന്ന് പറഞ്ഞാൽ ചതുപ്പാണ്. അതൊക്കെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച വഴിയിലൂടെ ശ്രദ്ധിക്കാതെ അത്ര തൻ്റെ സേഫ്റ്റി പോലും നോക്കാതെ ഓടിച്ചു എന്നതിന് അർത്ഥമുള്ളൂ. അങ്ങനെ എന്ത് ചെയ്ത? സിക്ക് മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വാതിൽ തുറന്നു. ആ സിക്മാൻ്റെ നമ്മളെ വിളിക്കാൻ വന്ന ആളുടെ ആർക്ക് വേണ്ടിയാണ് വിളിക്കാൻ വന്ന? അദ്ദേഹത്തിൻ്റെ ഭാര്യ വാതിൽ തുറന്നു. അവർ ചോദിക്കുക, ഫാദർ യു കം അഗെയിൻ? ഫാദർ ഹാവ് യു കം അഗെയിൻ? നിങ്ങൾ പിന്നെയും വന്നോ അച്ഛാ എന്ന് ചോദിച്ചു. റെഡിയല്ലേ? അതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കേൾക്കുന്നില്ല. അദ്ദേഹത്തെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആൻഡ് ഈസ് ദ പുവർ മാൻ ഡെഡ്? അദ്ദേഹം മരിച്ചോ? ഭയങ്കര കരച്ചിലോടുകൂടി ഒച്ചത്ത് ചോദിക്കുകയാണ്. ഹി ഡൈഡ് ആൻ അവർ എഗോ. വെൻ ഡിഡ് ഹി ഡൈ? എപ്പോഴാണ് മരിച്ചത്? ഒരു മണിക്കൂർ മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് കേട്ടപ്പോൾ ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഇൻ ഗ്രീഫ് സ്വൈഡ് ടു ആൻഡ് ഫ്രോ. വയസ്സായ അദ്ദേഹം പ്രായമായ ഗില്ലിഗൻ സങ്കടം കൊണ്ട് സ്വൈഡ്, നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിനാണ് സ്വൈഡ്. ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അർത്ഥമേ ഉള്ളൂ. മുമ്പോട്ടും പിന്നോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? ആടാൻ തുടങ്ങി. ആ സങ്കടം കൊണ്ട് അദ്ദേഹം ആകെ ഷോക്കഡായിപ്പോയി. റെഡിയല്ലേ? അപ്പോൾ ഭാര്യ വിശദീകരിക്കുക. വെൻ യു വർ ഗോൺ ഹി ടേൺഡ് ആൻഡ് ഡൈഡ്. നിങ്ങൾ പോയപ്പോൾ അവർ തിരിഞ്ഞിട്ട് മരിച്ചു. എങ്ങനെ മരിച്ചത്? ആസ് മെറി ആസ് എ ബേർഡ്. പക്ഷിയെപ്പോലെ സന്തോഷത്തോടു കൂടി. ഇതുണ്ട് കേട്ടപ്പോൾ ദി ഓൾഡ് പ്രീസ്റ്റ്. എന്താ പക്ഷിയെപ്പോൾ സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ? ഹി ഡൈഡ് ചിയർഫുള്ളി ആൻഡ് ഹാപ്പിലി എന്ന അർത്ഥം. ഒക്കെ പിന്നെ എക്സ്പ്രഷനുകളാണ് പ്രത്യേകം തന്നിട്ടുണ്ട്, പഠിക്കണം കേട്ടോ. മാത്രമല്ല അതിനൊക്കെ വേറെ പ്രത്യേകതകളുണ്ട്. അത് ഓരോ വേറെ ചർച്ച ചെയ്യണോണ്ട് ഇപ്പം പറയാത്ത. അങ്ങനെ ഇത് ഇവിടെ തന്നെ അത് പറയുമ്പോൾ നേരം പോകുന്നതുകൊണ്ടാണ്. അങ്ങനെ ഇതുണ്ട് കേട്ടപ്പോൾ ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ knelt him at the word. He humbled and he knelt at that word. knelt him at that word. മുട്ടുകുത്തിയിട്ട് ഇത് കേട്ടപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നേരത്തെ റെപ്പൻഡൻസ് കൊണ്ടാണ്, ഇത് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. അദ്ദേഹത്തിന് കാര്യം എന്താണ്? ഏതാണ്ട് ഒരു പിടുത്തം കിട്ടി. എന്താ സംഭവിച്ചുള്ള അടുത്തതിൽ വരുന്നുണ്ട്. അദ്ദേഹം മുട്ടുകുത്തിയിട്ട് ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി. റെഡിയല്ലേ? എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അദ്ദേഹം പറയാണ്, ഹി ഹൂ ഹാഡ് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ്. ഹി ഹൂ ഒക്കെ ചാവാൻ കാരണം ഹി ദൈവത്തിനെ കാണിക്കണോണ്ട് ഡബ്ല്യു ഒക്കെ ക്യാപിറ്റലാൻ കാരണം. പിന്നെ ഹാത്ത് ഹാസ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മെയ്ഡ് ഓഫ് ഹാത്ത് ഡെത്ത് അങ്ങനെയൊക്കെ നമ്മൾ പണ്ട് OTH ഒക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഡസ്സിന് പകരം. റെഡിയല്ലേ? ഹി ഹൂ ഹാത്ത് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ്. നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയ തമ്പുരാൻ. അറിയാലോ? ഫോർ സോൾസ് ടു ടയർ ആൻഡ് ബ്ലീഡ്. സോൾ ആത്മാവാണ് നമുക്കറിയാം. ടയർ ക്ഷീണിക്കുക എന്നാണ്. ബ്ലീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ് പെയിൻ എന്നുള്ള അർത്ഥം കൊടുത്താൽ, വേദനിക്കുന്ന അർത്ഥം കൊടുത്താൽ മതി. സോളിന് രക്തമില്ലല്ലോ ഒലിക്കാൻ. അപ്പോൾ നേരെ അർത്ഥം നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പെയിൻ എന്നുള്ള അർത്ഥമാണ്. വേദനിക്കുന്ന, ക്ഷീണിച്ച വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നക്ഷത്രങ്ങൾ നിറഞ്ഞ ഏതിനെ സൃഷ്ടിച്ച, രാത്രിയെ സൃഷ്ടിച്ച തമ്പുരാൻ ദൈവം പടച്ചോൻ. റെഡിയല്ലേ? സെൻഡ് വൺ ഓഫ് ഹിസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ഡൗൺ. എന്താ ചെയ്തത്? തൻ്റെ വലിയ ബാലെ മാത്ത അല്ലെങ്കിൽ പിന്നെ ആരയച്ചു താഴോട്ട്? ഒരു മാലാകെ, അദ്ദേഹത്തിൻ്റെ ഒരു മാലാകെ, ദൈവത്തിൻ്റെ ഒരു മാലാകെ എന്ത് ചെയ്തു? താഴോട്ട് അയച്ചു. ടു ഹെൽപ്പ് മീ ഇൻ മൈ നീഡ്. അദ്ദേഹത്തിന് വളരെ ആവശ്യം വന്നപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി? സഹായിക്കാൻ വേണ്ടി. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കളെ. 2-3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. രാത്രി ദൈവം നമ്മളെ താരാട്ട് പാടി ഉറക്കുന്നു. ദാറ്റ് മീൻസ് നൈറ്റ് ഈസ് ഫോർ റെസ്റ്റ് എന്നുള്ളൊരു ആശയം അവിടെ ഉണ്ട്. ഡേ ഈസ് ഫോർ വർക്ക്. വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഉറക്കം ഒരു സൂത്തിങ് ബാമാണ്. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമുക്ക് വളരെ ഒരു സന്തോഷം നൽകുന്ന, നമ്മളെ പ്രശ്നങ്ങൾക്ക് പിന്നെ സംഘർഷങ്ങൾ പരിഹാരം നൽകുന്ന ഒരു ബാമാണ് നേർക്ക് ഉറക്കാരൊക്കെ ആശയമാണ്. എന്തുകൊണ്ടാണ് നീഡെന്ന് പറയാൻ കാരണം?
ഇവിടെ ഈ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അതായത് അദ്ദേഹത്തിന് ലാസ്റ്റ് കമ്മ്യൂണിയൻ കിട്ടിയിട്ടില്ലെങ്കിൽ 2 ഡാമിനേഷൻ സംഭവിക്കും. ഡാമിനേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് അനുസരിച്ച് അവർ നരകത്ത് പോകുന്നതാണ് അതിൻ്റെ സെൻസ്. ഒന്ന് അച്ഛനും പോകേണ്ടി വരും, അതുപോലെ തന്നെ ആ മരിച്ച ആളും പോകേണ്ടി വരും. അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം സ്വേ ചെയ്യാനൊക്കെ കാരണം. റെഡിയല്ലേ? എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹി ഹൂ ഈസ് റാപ്ഡ് ഇൻ പേർപ്പിൾ റോബ്സ്. പേർപ്പിൾ എന്ന് പറഞ്ഞാൽ ബ്ലൂയിഷ് റെഡാണ്, ആ കളറാണ്. ബ്ലൂയിഷ് റെഡ്, നീലയും ചുവപ്പ് എന്ന് പറഞ്ഞ കളർ. റോബ് എന്ന് പറഞ്ഞാൽ ഇറക്കുള്ള സൈസ് വസ്ത്രമാണ്. സാധാരണ ചക്രവർത്തിമാർ, രാജാക്കന്മാർ അധികാരം കാണിക്കുന്ന ഒരു വസ്ത്രമാണ്. അതിന് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രമാണ് റോബ്. ഇപ്പോൾ എന്താ അർത്ഥം വരിക? പർപ്പിൾ റോബ് ധരിച്ച ആള് വിത്ത് പ്ലാനറ്റ്സ് ഇൻ സ്കയർ, ഗ്രഹങ്ങളെ ഫുള്ള് സംരക്ഷിക്കുന്ന ആള്. അതാരാണ്? പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ്, അതല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഭരണാധികാരി, അതല്ലെങ്കിൽ ചക്രവർത്തി, പടച്ചോനാണ്. അതുകൊണ്ട് ഗോഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. റെഡിയല്ലേ? ഹാഡ് പിറ്റി ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്, വളരെ നിസ്സാരനായ എന്നോട് ഏത് കാണിച്ചു? കരുണ കാണിച്ചു. അസ്ലീപ്പ് അപ്പോൺ ദ ചെയർ. അപ്പം ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എൻ്റെ ഉത്തരവാദിത്തം മറന്ന് കസേരയിൽ ഉറങ്ങിയായിരുന്നു. കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ദൈവവിശ്വാസം, അതുപോലെ തന്നെ ഹ്യൂമിലിറ്റിയാണ്. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ വിനയമാണ്. മക്കൾക്ക് ഏതാണ്ട് കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതിലൊക്കെ നമ്മൾ ഈ അവസാനം ചുവപ്പ് കൊടുത്ത എല്ലാവരെയും കൊടുത്തതൊക്കെ ഒരേ രീതിയിൽ അവസാനിക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. റെഡിയല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ. പിന്നെ നമ്മൾ മെല്ലെ വാക്കുകളുടെ അർത്ഥം നോക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളാം, ഒന്ന് എഴുതിയിരിക്കേണ്ടതാണ്. റെഡിയാണല്ലോ? വിയറി നമുക്കറിയാം, ക്ഷീണിച്ചാന്നാണ്. ഫ്ലോക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആട്ടിൻപറ്റം എന്നാണ്. ഇവിടെ ഒരു ചർച്ചിലെ ആളുകൾ, ഒരു ചർച്ചിന് കീഴിലുള്ള ഇടവകയിലുള്ള പാരിഷിലെ ആളുകളെ ഉദ്ദേശിച്ചത്. സോഡ് എന്ന് പറഞ്ഞാൽ മേൽമണ്ണാണ്, നമുക്കറിയാം. നോഡെന്ന് പറഞ്ഞാൽ അതേ എന്ന് പറയുന്നതിന് നോഡെന്ന് പറയും. അതുപോലെ തന്നെ ഡോസിനസ് കൊണ്ട് മയങ്ങുന്നതിനും എന്ത് പറയാം? നമുക്ക് നോഡെന്ന് പറയാം. മോത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈസ് പാറ്റയാണ്, നമുക്കറിയാം. ഗ്രീവ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുക എന്നർത്ഥമുണ്ട്. ഗ്രംബിൾ ചെയ്യാൻ അർത്ഥം അവിടെ പിറുപിറുക്കാനുള്ള സെൻസ് അവിടെ നന്നാവുക. സ്പേക്ക് സ്പോക്കിൻ്റെ രൂപമാണ്. ലീനിങ് ബെൻഡിങ് എന്നാണ്. പീപ്പ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക എന്നർത്ഥമുണ്ട്. അപ്പിയർ എന്നുള്ള അർത്ഥമുണ്ട്. ഒരു മറിഞ്ഞിക്കുന്നിടത്ത് പ്രത്യക്ഷപ്പെടുന്ന രീതി. റെഡിയല്ലേ? തലത്തിലൊക്കെ നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു പേഴ്സോണിഫിക്കേഷനൊക്കെ സാധ്യത ഉണ്ട്. റെഡിയല്ലേ? ചോദിക്കാറില്ല. മില്യൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഖ്യയാണെന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. റെഡിയല്ലേ? ഇവിടെ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എ വെരി ലാർജ് ഇൻഡെഫിനിറ്റ് നമ്പർ എന്നേ അർത്ഥമുള്ളൂ, വളരെ വലിയ സംഖ്യ എന്നേ അർത്ഥമുള്ളൂ. മെവറോൺ എന്ന് പറഞ്ഞാൽ സോറോ കാണിക്കുന്ന എക്സ്പ്രഷനാണ്. റൗസ് ഉണർത്തുക, പിന്നെ ഉറക്കത്തുനിന്ന് ഉണർത്തുക എന്നാണ്. ഫെൻ എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡ് ആണ്. പിന്നെ സ്വേ എന്ന് പറഞ്ഞാൽ മുന്നോട്ടും പിന്നോട്ടും ആടുക, അല്ലെങ്കിൽ സൈഡിലേക്ക് ആടുക എന്നാണ്. ഹാത്ത് ഹാസ് ആണ്. ബ്ലീഡ് എന്ന് പറഞ്ഞാൽ ടു ഫീൽ അങ്കിഷ് പെയിൻ എന്നാണ് അർത്ഥം. വേദനിക്കുക എന്നൊക്കെ സെൻസേ ഉള്ളൂ. റാപ്പിഡ് കവേർഡ് അല്ലെങ്കിൽ വോർ, ധരിച്ചു എന്നർത്ഥം. പർപ്പിൾ റെഡ് ആൻഡ് ബ്ലൂ ഞാൻ പറഞ്ഞു അത്. റോബ് എന്ന് പറഞ്ഞാൽ ലോങ് ലൂസ് പീസ് ഓഫ് ക്ലോത്തിങ് വോൺ ആസ് എ സൈൻ ഓഫ് റാങ്ക് ഓർ ഓഫീസ്. ഞാൻ പറഞ്ഞു അധികാരം, അതല്ലെങ്കിൽ അവരെ റാങ്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രമാണ് റോബ്. കിട്ടിയല്ലോ? ഓരോ കാര്യങ്ങളും കിട്ടിയല്ലോ? മനസ്സിലായിട്ടുണ്ടാവും. കവിത കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ വന്നാൽ ആ കവിതയിൽ എന്ത് ചോദിച്ചാലും കിട്ടുട്ടോ. അതിനങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നത്. This is moth and this is dozing in a chair and you can see moth, right? This is marshy land, rocky lane ഒക്കെ അറിയാലോ. ഈ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സുകളുണ്ട്, അത് കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് പറഞ്ഞു പോകണം. വൈ വാസ് ഫാദർ ഗില്ലിഗൻ വിയറി നൈറ്റ് ആൻഡ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എപ്പോഴും ക്ഷീണം ഉണ്ടാവാൻ കാരണം? നോക്കണേ. He was performing his priestly obligations day and night during an epidemic in the Irish countryside. സംശയമൊന്നുമില്ലല്ലോ. ഐറിഷ് ഗ്രാമത്തിൽ പകർച്ചവ്യാധിയുണ്ടായ സമയത്ത് അദ്ദേഹം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? രാത്രിയും പകലും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അദ്ദേഹത്തിൻ്റെ പ്രീസ്റ്റ് എന്നുള്ള രീതിയിലുള്ള കടമ നിർവഹിച്ചുകൊണ്ടിരുന്നു. He had to not only give the last communion to his poor folk, അവിടുത്തെ പാരീഷിലെ ആളുകൾക്ക് അന്ത്യകൂദാശം മാത്രമല്ല ചെയ്യേണ്ടിയിരുന്നത്, അവർ വളരെ കൂടുതലായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഓൾസോ കണ്ടക്ട് ഫ്യൂണറൽ സർവീസസ് ഫോർ ദം, മരിച്ച ആളുകൾക്കുള്ള ചടങ്ങുകളും ചെയ്യേണ്ടിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തത്? ക്ഷീണിതനായത്. ക്ലിയർ ആണല്ലോ? വാട്ട്സ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ വേർഡ് ഫ്ലോക്ക്? ഫ്ലോക്ക് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പാരീഷനേഴ്സ് എന്നാണ്. അത് കോർത്തു വെക്കണേ. അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ ആളുകളാണ്. വൈ വേർ ഇസ് ഫ്ലോക്ക് എയ്തർ ഇൻ ബെഡ് ഓർ ലേയിങ് അണ്ടർ ഗ്രീൻ സോഡ്? എന്തുകൊണ്ടാണ് അവരൊന്നുകിൽ ബെഡിലായിരുന്നു അതല്ലെങ്കിൽ ഗ്രീൻ സോഡ് എന്ന് പറയാൻ കാരണം എന്താണ്?
They were either affected by the epidemic, ഒന്നുകിൽ അവരെ രോഗം ബാധിച്ചിരുന്നു, അല്ലെങ്കിൽ they had already become the victims of a deadly disease, അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ അടിമകളായിരുന്നു, പറഞ്ഞാൽ മരിച്ചിരുന്നു. റെഡി അല്ലേ? Why did another poor man send for? എന്തിനാ മറ്റൊരാൾ അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ poor എന്ന് വിളിച്ചത്? എന്തുകൊണ്ടാണ്? He was sent for the priest to receive the last communion and thereby he can go to the heaven. അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ലാസ്റ്റ് കമ്മ്യൂണിയൻ സ്വീകരിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതെന്തുകൂടെ poor എന്ന് പറയാൻ കാരണം ബിക്കോസ് ഓഫ് പോവർട്ടി. ഒന്ന് ദാരിദ്ര്യം കാരണമാണ്. രണ്ടാമത്തെ കാര്യം ഹി ഡിസേർവ്ഡ് സിമ്പതി ബിക്കോസ് ഹി വാസ് അബൌട്ട് ടു ഡൈ. അദ്ദേഹം മരിക്കാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള സഹതാപം കൊണ്ടായി. രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, why did Father Gilligan seek forgiveness from God? എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് മാപ്പ് ചോദിച്ചത്? എന്തുകൊണ്ടാണ്? വാട്ട് ജസ്റ്റിഫിക്കേഷൻ ഡസ് ഹി ഗീവ് ടു ഗോഡ് ഫോർ ഹിസ് errant words? അദ്ദേഹത്തിൻ്റെ ആ ഒരു പെട്ടെന്ന് പറഞ്ഞു പോയ വാക്കുകൾക്ക്, അധികാരത്തിൻ്റെ സ്വഭാവമുള്ള വാക്കുകൾക്ക് അദ്ദേഹം എങ്ങനെയാണ് ന്യായീകരണം കണ്ടെത്തുന്നത്? റെഡിയല്ലേ? നോക്കണേ. ഇറ്റ് വാസ് ഹിസ് ഗോഡ് ഗിവൺ ഡ്യൂട്ടി ടു ലുക്ക് ആഫ്റ്റർ ദ പാരീഷ്നസ്. ഇവരെ നോക്കുക എന്നുള്ള ദൈവം കൊടുത്ത ഉത്തരവാദിത്തമാണ്. സോ ഹിസ് ഡെസ്പറേറ്റ് ഔട്ട്ബേസ്റ്റ് വാസ് സിൻ ആൻഡ് ചാലഞ്ച് ടു ഗോഡ്. അതുകൊണ്ട് തന്നെ ആ ഒരു അറിയാതെ പറഞ്ഞു പോയ കാര്യം അതൊരു പാപമാണ്, മാത്രമല്ല ഒരു വെല്ലുവിളിയാണ് ദൈവത്തിനോടുള്ള. ഹി ഇൻഡീവേഴ്സ് ടു റാഷണലൈസ് his errant words by saying that it was his exhausted body. അദ്ദേഹം അതിനായിരിക്കാൻ ശ്രമിക്കുന്നത്, ശ്രമമാണ് ഇൻഡീവേഴ്സ്. അറിയാലോ എങ്ങനെയാണ് നടത്തുന്നത്? അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ച ശരീരമാണ്, നോട്ട് സ്പിരിറ്റ്. അദ്ദേഹത്തിൻ്റെ ആത്മാവല്ല അതിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ്. ക്ലിയർ ആണ്, എളുപ്പമാണ് അതൊക്കെ. വൈസ് എ ടൈം കോൾഡ് മോത്തവർ എന്ന് വിളിക്കാൻ കാരണം എന്താ? പൂർ ഇലിറ്ററേറ്റ് വില്ലേജേഴ്സ്, ആ നിശ്ചരായ പാവപ്പെട്ട അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾക്ക് നെവർ പൊസസ് എ ക്ലോക്ക് ഓർ വാച്ച്. ക്ലോക്കോ വാച്ചോ ഒന്നുമില്ല, നമുക്കറിയാതെ. ദേ ഓൾവേസ് ടോൾഡ് ടൈം ബൈ ദ ചേഞ്ചസ് വിച്ച് ടുക്ക് പ്ലേസ് ഫ്രം ടൈം ടു ടൈം ഇൻ നേച്ചർ. നേച്ചർ നടക്കുന്ന മാറ്റങ്ങൾ നോക്കിയിട്ടാണ് അവർ സമയം പറഞ്ഞിരുന്നത്. റെഡിയല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതൊക്കെ. 7th question, വാട്ട് ഇസ് മെൻഡ് ബൈ അപ്പോൺ ദ ടൈം ഓഫ് സ്പാരോ ചേപ്പ്? സ്പാരോ ചേപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ്. സ്പാരോ ചേപ്പ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് ആണ്, അതിരാവിലെ എന്നാണ്. വാട്ട് ഡസ് ദ ലൈൻ ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ ഇൻഡിക്കേറ്റ്? എന്താണ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കണേ. ഹി ഫിയർഡ് ദാറ്റ് വൺ ഓഫ് ഹിസ് പാരിഷേഴ്സ് വിൽ ബി ഡാംഡ് ബിക്കോസ് ഓഫ് ഹിസ് ഷ്രിങ്കിങ് ഓഫ് ഹിസ് അപ്പോയിന്റഡ് ടാസ്ക്. അദ്ദേഹം ചെയ്യേണ്ട കാര്യം ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ ഒരാൾ നരകത്തിലേക്ക് പോകേണ്ടി വരും എന്ന് അദ്ദേഹം ചിന്തിക്കണം, പേടിക്കണം. സോ ഹി വാസ് ടു ഈഗർ ടു റീച്ച് ദ ഹൗസ് ഓഫ് ദ സിക്ക് മാൻ. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്നൊരു ആകാംക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹി റോഡ് റെക്ലെസ്ലി ടു ഹിസ് ഹൗസ് വിത്തൗട്ട് കെയറിങ് ഹിസ് ഓൺ സേഫ്റ്റി. ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന് സുരക്ഷ നോക്കാതെ വളരെ ശ്രദ്ധമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഓടിച്ചു എന്നതിനർത്ഥമുള്ളൂ. വൈ ഈസ് ദ സിക്ക് മാൻസ് വൈസ് സർപ്രൈസ്ഡ് ടു സീ ഫാദർ ഗില്ലിഗൻ? എന്തുകൊണ്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭാര്യയ്ക്ക് അത്ഭുതം തോന്നിയത്? ഹർ ഹസ്ബൻഡ് ഹാഡ് റിസീവ് ദ ലാസ്റ്റ് സാക്രമെന്റ്. ലാസ്റ്റ് സാക്രമെന്റും ലാസ്റ്റ് കമ്മ്യൂണിയനൊക്കെ ഒരേ അർത്ഥമാണ് കേട്ടോ. അദ്ദേഹം ഉദാഹരണം സ്വീകരിച്ചിട്ടുണ്ട് ഒരു പ്രീസ്റ്റിൻ്റെ അടുത്തുനിന്ന്. ആൻഡ് ഹി ഹാഡ് പാസ്ഡ് അവേ ഹാപ്പിലി, സന്തോഷത്തോടെ മരിച്ചത്. ബട്ട് ദ പ്രീസ്റ്റ് ഹാഡ് കം അഗെയിൻ, പിന്നെയും പ്രീസ്റ്റ് വന്നു. റെഡി അല്ലേ? അതുകൊണ്ടാണ് അത്ഭുതം തോന്നിയത്. വൈ വാസ് ദ പ്രീസ്റ്റ് ഓവർകം വിത്ത് ഗ്രീഫ് അറ്റ് ദ വേർഡ്സ് ഓഫ് ദ വിഡോ? മരിച്ച ഭാര്യ, മരിച്ച ആളുടെ ഭാര്യ, അതായത് വിധവ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് വല്ലാതെ സങ്കടപ്പെട്ടത്? എന്തുകൊണ്ടാണ്? The priest was so heartbroken for failing in his religious responsibility to provide the last communion to the sick man. അദ്ദേഹത്തിൻ്റെ മതപരമായ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് ലാസ്റ്റ് കമ്മ്യൂണിയൻ കൊടുക്കുന്നത്. അതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം ഷോക്കഡ് ആയത്. റെഡിയല്ലേ? ഹി നെൽറ്റ് ഹിം അറ്റ് ദാറ്റ് വേർഡ്. എന്തുകൊണ്ടാണ്? അതായത് അദ്ദേഹം വളരെ ഒരു പക്ഷിയെപ്പോലെ സന്തോഷം മരിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി. അതെന്തുകൊണ്ടാണ്? വിഡോസ് വേർഡ്സ് മെയ്ഡ് ഫാദർ ഗില്ലിഗൻ റിയലൈസ് ദാറ്റ് ഗോഡ് ഹാഡ് എക്സ്റ്റെൻഡഡ് ഹിസ് ഹെൽപ്പിംഗ് ഹാൻഡ് ടു ഹിം. അദ്ദേഹത്തെ പ്രയാസഘട്ടത്തിൽ ദൈവം സഹായിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ദ പ്രീസ്റ്റ് വാസ് ഹംബിൾഡ് അറ്റ് ദിസ്. അതുകൊണ്ടാണ് അദ്ദേഹം വല്ലാതെ വിനയം കാണിച്ചതെന്ന് പറഞ്ഞാൽ ആ ഗ്രാറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. റെഡിയല്ലേ? ഹൗ ഡിഡ് ഗോഡ് സേവ് ഫാദർ ഗില്ലിഗൻ ഫ്രം ഡാമിനേഷൻ? എങ്ങനെയാണ് ഫാദർ ഗില്ലിഗൻ ഡാമിനേഷൻ സംരക്ഷിച്ചത്? എങ്ങനെയാണ്? ഗോഡ് സെൻഡ് വൺ ഓഫ് ഹിസ് മെസ്സഞ്ചർ ഏഞ്ചൽസ്, ഒരു ആരയച്ചു, മാലാഖ അയച്ചു ഭൂമിയിലേക്ക്, ടു ഓഫർ ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ ടു ദ ഡൈയിങ് മാൻ. മരിക്കുന്ന ആൾക്ക് ലാസ്റ്റ് കമ്മ്യൂണിയൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ മക്കളെ? ഇപ്പോൾ അതൊക്കെ എഴുതിയെടുക്കണം. ഇത് ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ വിടുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയെടുത്ത് അത് മാത്രം പഠിച്ചാൽ ഫുള്ള് മാർക്ക് ഉറപ്പാണ്. അതേസമയത്ത് മറ്റ് ക്ലാസ്സുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഒരു കട്ടിയുള്ള ചോദ്യം മറ്റു ഭാഗത്തുനിന്ന് സിമ്പിളായ ചോദ്യം വന്നാൽ നമുക്കത് എഴുതാൻ പറ്റും, കഥ മനസ്സിലാക്കിയാൽ, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പക്ഷേ ഈ കാര്യങ്ങൾ എഴുതിയെടുത്ത് ഇതൊരു പ്രത്യേകം നോട്ടാക്കിയിട്ട് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ച് ഫുള്ള് പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവറാണ് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ? റൈറ്റ്? യെസ്. നൗ 13th question.
He who hath made the night of stars for souls who tear and bleed. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. The poet asserts that God had made night for the troubled humanity. മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്ന ആളുകൾക്കാണ്, മനുഷ്യകുലത്തിനൊന്നായിട്ടാണ്, റെസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്തിനുണ്ടാക്കിയത്, നമ്മളെ രാത്രി സൃഷ്ടിച്ചത് എന്നാണ് അത് കാണിക്കുന്നത്. റെഡിയല്ലേ? What do you understand about the character of Father Gilligan from his words? Had pity on the list of things. നമുക്ക് എന്താണ് അദ്ദേഹത്തെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നാണ്. These words speak of his deep religious belief and his endearing humility. അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ മതവിശ്വാസം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിനയാണ് കാണിക്കുന്നത്. അദ്ദേഹം വളരെ ഹമ്പിളാണ്, മാത്രമല്ല പയസ്, ഭക്തിയുള്ള ആളുമാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. There are 14 questions നമ്മൾ പെട്ടെന്ന് ചർച്ച ചെയ്തു, ഒക്കെ ഒന്ന് എഴുതിയിരിക്കുന്നത് നല്ലതാണ്. Now dears, ഇനി നമ്മളതിൻ്റെ സമ്മറി അനാലിസിസിലേക്ക് പോവുകയാണ്. നന്നായി പഠിക്കണേ. കൃത്യമായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം എഴുതാൻ പറ്റും. Father Gilligan was tired out in carrying out his priestly obligations day and night during an epidemic in the Irish countryside. കിട്ടാത്തതൊന്നുമില്ലല്ലോ. He had to not only give the last communion to the dying folk, but also conduct funeral services for them. Half of his parishioners were in their beds or dead. ഇത് എഴുതിയിരിക്കണം കേട്ടോ, അത് എഴുതിയെടുക്കേണ്ടതാണ്. One evening, completely tired out, Father Gilligan had dozed. Suddenly he was awakened by the urging call of a parishioner who was sent by a poor man who was dying. The man is referred to as poor because of poverty, and he deserved sympathy because he was about to die. ഇതൊക്കെ നേരത്തെ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. Father began to grieve and complained that he had no rest, joy, no peace. His people died one after another. Soon he realized that it was his God-given duty to look after the parishioners, and complain against it was a sin and a challenge to God. So he prayed God to forgive him, saying that it was his exhausted body, not his spirit, complained of the state of his life. എഴുതിയെടുക്കണേ. While he was praying, the tired priest fell asleep by the side of his chair. Next morning at dawn he woke up and he realized his mistake. Shocked at his failure to perform his duties, he rode recklessly to the house of the sick man. When the priest asked his wife whether the sick man was dead, he told him that the sick man died happily after the priest's departure. The priest, humbled at this, knelt and prayed. He realized that God sent an angel to minister the last ritual to the dying man, so that both the sick man as well as the priest were saved from damnation. ഒക്കെ മനസ്സിലായതാണ്, പറഞ്ഞതാണ്. ഇതുവരെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പദ്യത്തിൻ്റെ ചെറിയൊരു അതിലെ ബാലഡ് എന്താണ്, അതിൽ പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസ് എന്താണ്, അതൊക്കെ എഴുതിയെടുത്താണ്ട് പഠിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. നമുക്കൊരു റിവ്യൂ ചെയ്തണമെങ്കിലും എല്ലാത്തിനും പറ്റും. ചോദ്യങ്ങൾ എഴുതാൻ പറ്റും. ഇനി ചോദ്യങ്ങൾ പ്രധാനമായിട്ട് വരുന്നതൊക്കെ നമ്മളതിൽ ചർച്ചയിൽ വന്ന് ക്വസ്റ്റ്യൻ ആൻസറിൽ വന്ന് ബാക്കിയുള്ളതിന് പറയും ചെയ്യും. അപ്പം ഒരു കാര്യം വിട്ടു പോകരുത് കേട്ടോ. ദ പോയം ഈസ് എ ബാലഡ്. ഇത് ബാലഡാണ്. എന്താ ബാലഡ് എന്ന് പറഞ്ഞാൽ, ബാലഡ് ഈസ് എ പോയം ഓർ സോങ് നറേറ്റിംഗ് എ സ്റ്റോറി ഇൻ ഷോർട്ട് സ്റ്റാൻസാസ്. പഠിച്ചു വെക്കണേ, അതറിയാലോ. The poem is stanzaic in structure with 12 stanzas of 4 lines each. 4 വരികളുള്ള കോട്രൈനായ, പിന്നെ റൈൻ സ്കീം ABCB ആയ 12 സ്റ്റാൻസുകൾ, അത്തരം 12 സ്റ്റാൻസുകളുള്ള ഒരു കവിതയാണിത്. ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് പെർട്ടൈനിങ് ടു ഫോക്ക് ട്രഡീഷൻ. നമുക്ക് നേരത്തെ വന്നതാണ്. അതുകൊണ്ട് പലപ്പോഴും അവിശ്വസനീയമായിട്ടാണ് നമുക്ക് തോന്നും. നമുക്കിത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും. പിന്നെ നാടോടി കഥകൾ കുറേയൊക്കെ അങ്ങനെയാണ്. റെഡിയല്ലേ? ദ പോയം ഈസ് മ്യൂസിക്കൽ. നല്ല രസമാണ് പാടാൻ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ദ ലൈൻസ് ആർ മൂവിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ സ്ട്രെസ്ഡ് സിലബിൾസ്. പറഞ്ഞ് മനസ്സിലായില്ലേ? അതൊക്കെ അതേമാതിരി ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ പാഠം കേൾക്കണം. ലെറ്റസ് റീവിസിറ്റ് എന്നുള്ളതിൽ കറക്റ്റായിട്ട് അത് നമുക്ക് കേൾപ്പിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അത് കേട്ടാൽ അറിയാതെ ഒരു സ്ട്രെസ് സിലബിൾ, പിന്നെ അൺസ്ട്രെസ്ഡ്, പിന്നെ സ്ട്രെസ്ഡ്, പിന്നെ അൺസ്ട്രെസ്ഡ്, അങ്ങനെയാണ് അത് പോകുന്നത്. റെഡിയല്ലേ? അത് ഡ്രമാറ്റിക് ആണ്. ഡ്രമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ആക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വെർബൽ എക്സ്ചേഞ്ച് ഉണ്ട്. പെസൻസ് വൈഫ് അല്ലെ പോർ മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ, ആക്ഷനാണ്. യു കം അഗെയിൻ, നിങ്ങൾ പിന്നെയും വന്നോ, ചെറിയൊരു ഡയലോഗ് പോലെ. ഇങ്ങനെ ഒരുപാടൊന്നല്ല, ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഡ്രമാറ്റിക്കാന്ന് പറയാൻ കാരണം. ഇനി ദർ ആർ മെനി വിഷ്വൽ ഇമേജസ്. പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? ഗ്രീൻ സോഡ്, സ്റ്റാർസ്, മോത്ത്, റോക്കി ലൈൻ ആൻഡ് ഫെൻ. ഓഡിറ്ററി ഇമേജസ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? സ്പാരോ, ചേപ്പ്, പ്രേ, ലീവ് ഷുക്ക് ഇൻ ദ വിൻ, ഓപ്പണിംഗ് ദ ഡോർ. പണ്ടത്തെ ഡോറാണ്, സങ്കല്പത്തിലാണ് കേട്ടോ, തുറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്ന രീതിയിൽ. ആസ് മെറി ആസ് എ ബേർഡ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി. ആസ് മെറി ആസ് എ ബേർഡ് സിമിലിയാണ്, ഉപമയാണ്. ദർ ആർ മെനി അലിട്രേഷൻ ലൈക്ക്, അതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രീസ്റ്റ് പീറ്റർ വാസ് വെയറി, നോ, നോറ്, നോറ്, ഡൈ, ഡൈ, പിന്നെ
ഫ്രം ഫീൽഡ്, ബാക്കിയുള്ള നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്ര നിങ്ങൾ നന്നായിട്ട് എഴുതിയെടുത്ത് ഇപ്പം നമ്മൾ കവിത നന്നായി മനസ്സിലാക്കി, വാക്കർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി, ചോദ്യങ്ങൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ മൊത്തത്തിലുള്ള സമ്മറിയും അതുപോലെ തന്നെ ഈ അനാലിസും പഠിച്ചാൽ ഏതാണ്ട് കാര്യങ്ങളും ഒക്കെ ആയി. നമുക്കത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എടുത്ത് കാണിക്കുക ചെയ്യണത്. ഇനി ഈ കൊടുത്ത ഭാഗം എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഓരോന്ന് വായിച്ച് നമുക്ക് നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻസ് വായിക്കുക, ഇത് വായിച്ചു നോക്കിയാൽ സ്റ്റാൻസിൻ്റെ കറക്റ്റായിട്ട് എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് മാറും. അതിന് വേണ്ടിയിട്ടാണ് മറ്റ് പാഠത്തിൻ്റെ വീഡിയോയിൽ അതൊക്കെ കറക്റ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. സ്റ്റാൻസ 2ഉം 3ഉം വായിക്കുക, അത് വായിച്ചു നോക്കുക. ഇത് അതേപോലെ സ്റ്റാൻസ 4 എല്ലാം എഴുതി എടുക്കണം എന്നില്ല, വായിച്ചു നോക്കിയാൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചാൽ വേണമെങ്കിൽ പിന്നെ എടുത്ത് നോക്കാം. സ്റ്റാൻസ 4, സ്റ്റാൻസ 5 and 6, സ്റ്റാൻസസ് 7 and 8, ആൻഡ് സ്റ്റാൻസസ് 9 and 10, ആൻഡ് സ്റ്റാൻസസ് 11 and 12. നമുക്ക് വേണമെങ്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. അതൊക്കെ ഞാൻ വായിച്ച് പറയുമ്പോൾ ഒരുപാട് നേരം പിടിക്കും. മാത്രമല്ല നമ്മൾ ആ പാഠങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് വായിച്ചാൽ ക്ലിയർ ആവട്ടെ, വളരെ ക്ലിയർ ആവില്ല, ആ കാര്യം കറക്റ്റ് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, റൈറ്റ്. യെസ്, നൗ ഇത് വളരെ പ്രധാനമാണ്. പരീക്ഷയ്ക്ക് 1 മാർക്ക് മിക്കവാറും തരത്തിൽ ചോദ്യം ഉണ്ടാവുക. ലൈൻസ് ആൻഡ് എക്സ്പ്രഷൻസ്. ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വിയറി നൈറ്റ് ആൻഡ് ഡേ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ ചർച്ചയിൽ വന്നതാണ്. ഹി ഹാഡ് ടു നോട്ട് ഓൺലി ഗീവ് ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ ടു ഹിസ് പുവർ ഫോക്ക് ഹു ആർ ഡൈയിങ് ഇൻ ലാർജ് നമ്പേഴ്സ് ബട്ട് ഓൾസോ കണ്ടക്ട് ഫ്യൂണറൽ സർവീസസ് ഫോർ ദം എന്നാണ് അതിൻ്റെ ആശയം. റെഡിയല്ലേ? അടുത്തത്, ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി ഗോഡ് ഫോർഗീവ് മൈ ബോഡി സ്പേക്ക് നോട്ട്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചർച്ചയിൽ വന്നതാണ്. അതൊക്കെ പ്രത്യേകം എഴുതിയെടുക്കണം കേട്ടോ, അങ്ങനെ തന്നെ എഴുതിയെടുക്കണം, എന്നിട്ട് പഠിക്കണം. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇങ്ങനെ മാതിരി വാട്ട് ഡസ് ഈ വരി പറഞ്ഞിട്ട് മീൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് എന്നൊക്കെ ചോദിക്കുക. അതേപോലെ നമുക്ക് എഴുതാൻ പറ്റണം. അനദർ പുവർ മാൻ സെൻഡ് ഫോർ ഹിം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചർച്ചയിൽ പറഞ്ഞുകൊണ്ട് അർത്ഥം പറഞ്ഞ് നോക്കി എഴുതിയെടുത്താൽ മതി. ഫോർ ഹാഫ് ഹിസ് ഫോക്ക് വെയർ ഇൻ ബെഡ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ സിക്ക് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓർ അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ എന്ന് പറഞ്ഞാൽ ഡെത്ത്, മരണ ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ സോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ എന്തിൻ്റെ സിമ്പിളാണ്? ഗ്രേവ്സ് കവേർഡ് ഓവർ ബൈ ഗ്രീൻ ഗ്രാസ് ആണ്. ഇവിടെ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ പാരീഷണേഴ്സ് ആണ്. മോത്തവർ എന്ന് പറഞ്ഞാൽ ദ ടൈം വെൻ മോത്ത് കംസ് ഇൻ സ്വാംസ്, കൂട്ടായിട്ട് മോത്ത് വരുന്ന സമയമാണ്. അത് രാവിലെയും വൈകുന്നേരം ഉണ്ടാവുക. അപ്പോൾ മോത്തവർ ഈവ് എന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈമാണ്. ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ് ആൻഡ് വിസ്പേർഡ് ടു മാൻകൈൻഡ് എന്ന് പറഞ്ഞാൽ ലൈൻസ് ഇവോക്ഡ് ആൻ ഇമേജ് ഓഫ് എ മദർ കവറിങ് എ ബേബി വിത്ത് ബ്ലാങ്കറ്റ് ആൻഡ് ലെൻസ്. നല്ല ചുരുക്കിയ കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഒരു മദർ എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിനെ താരാട്ട് പാടിയിട്ട് പുതച്ചുറക്കുന്നത്, എന്തൊരു സ്നേഹമായിരിക്കുക ഉമ്മാക്കപ്പം ഉണ്ടാവുക. അപ്പോൾ അതിനേക്കാളും സ്നേഹമാണ് ദൈവത്തിന് നമ്മോടുള്ളത് എന്നാണ് അത് കാണിക്കുന്നത്. റെഡി? സ്പാരോ ചേപ്പ് ഏർലി മോർണിംഗ് ആണ്. മാവറൻ ദ മാൻസ് ഡൈഡ്. അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം അതാണ്. ഡിസ്മൈഡ് ഗ്രീഫിൽ പറയാനുള്ള കാരണം അദ്ദേഹത്തിന് പറ്റി എന്നുള്ള തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലുള്ള ആ ഒരു പരാജയത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചിട്ടാണൊക്കെ നമുക്കറിയായിരിക്കും. പിന്നെ ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ. ഈ റോഡ് റെക്ലെസ്ലി വിത്തൗട്ട് കെയറിങ് ഫോർ ഇറ്റ്സ് ഓൺ സേഫ്റ്റി എന്ന് അതിൻ്റെ അർത്ഥം. ബൈ റോക്കി ലൈൻ ആൻഡ് ഫെൻ എന്ന് പറഞ്ഞാൽ ഷോസ് ദ സെറ്റിംഗ് ഓഫ് ദ പോയംസ്. കൺട്രി സൈഡിലാണ് നടക്കുന്നത് എന്നുള്ള കാണിക്കുന്നത്. ഹി ടേൺഡ് ആൻഡ് ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ചിയർഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് മരിച്ചു എന്നാണ്. ആൻഡ് പിറ്റി ഹാഡ് പിറ്റി ഓൺ ദ ലിസ്റ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് കാണിക്കുന്നത് അദ്ദേഹത്തിന് റിലീജിയസ് ബിലീഫും അതുപോലെ തന്നെ വല്ലാത്ത ഒരു വിനയമാണ്. ഇത് നന്നായിട്ട് എഴുതിയെടുക്കണം, പഠിക്കണം. റെഡിയല്ലേ? ലൈൻസ് ആൻഡ് എക്സ്പ്രഷൻസ് പ്രധാനമാണ്. പോയറ്റിക് ഡിവൈസ് സിമിലി നിങ്ങൾക്കറിയാം. മെറി ആസ് രണ്ട് കാര്യങ്ങളെ നമുക്കറിയുന്നത് പോലെ ആസോ ലൈക്കോ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാം? സിമിലി എന്ന് പറയാം. ആസ് മെറി ആസ് എ ബേർഡ്. ആ പെസൻറ്റ് ആരെപ്പോലെയാണ് മരിച്ചത്? പക്ഷിയെപ്പോലെ സന്തോഷത്തോട് മരിച്ചു എന്ന് പറയാനാണ്. അലിട്രേഷൻ നമുക്കറിയാം. തലക്കല വാക്ക് സൗണ്ട് ഒരേമാതിരി വരാം. പീറ്റ് പ്രീസ്റ്റ്, പ്രീസ്റ്റ് പീറ്റർ, പി ക്യാപിറ്റൽ ആവണേ. അതേപോലെ വാസ് വിയറി ഒക്കെ എന്നുള്ള സൗണ്ടാണ്. സൗണ്ടാ പ്രധാനം കേട്ടോ. ഹാഫ് ഹിസ്, നോ, ഡൈ, ഫ്രം ഫീൽഡ്സ്, വേൾഡ് വിത്ത്, മോത്ത് മോർ, പ്രീസ്റ്റ് പീറ്റർ, പി ക്യാപിറ്റൽ ആണ് കേട്ടോ. സോറി കേട്ടോ, നിങ്ങൾ എഴുതുമ്പോൾ എഴുതിയെടുക്കുക, അതേപോലെ എഴുതണേ. പിന്നെ മാവ്രോൺ മാൻ, ഹിസ് ഹോസ്, വെൻ വേർ, ഹി ഹാത്ത്, മൈ. ഇതൊക്കെ അലിട്രേഷനാണ്. എല്ലാ കുട്ടികൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ നോക്കേണ്ടത് അടുത്തടുത്ത് ഇതേപോലെ വാക്കുകളിനെ ആദ്യം അത് പ്രിഫർ ചെയ്യുക. ഒരു വാക്കോ 2 വാക്കോ വിട്ടിന് അത് പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ലൈനിലുള്ളത് അത് പ്രിഫർ ചെയ്യാനപ്പുറം അത് എഴുതുക. അതിനപ്പുറം എന്തായാലും നമ്മൾ അലിട്രേഷനായിട്ട് ചോദിക്കൂല. മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് പഠിച്ചാൽ മതി. ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വായിക്കുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് കിട്ടും. അതിൻ്റെ ഒരു രസം കിട്ടും. നമ്മളിങ്ങനെ അടുത്തടുത്ത് ഈ വാക്ക് ഒരേ സൗണ്ട് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. റെഡിയല്ലേ? അസണൻസ് ചോദിക്കാറില്ല എന്ന് പരിചയപ്പെടാനാണ് നോക്കണേ. പ്രീസ്റ്റ് പീറ്റർ, ഈ 2 സൗണ്ട്
അതായത് തലക്കലല്ലാതെ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. മേവ്റോൺ മേവ്റോൺ, രണ്ട് ഭാഗത്ത് ഈ എ എന്നുള്ള വവൽ സൗണ്ട് മേവ് മേവ് മേവ്, അതേപോലെ തന്നെ റോൺ എന്നുള്ള ഈ രണ്ട് സൗണ്ടുകൾ വിത്ത് ലിറ്റിൽ ഇ എന്നുള്ള സൗണ്ട്, ഇ ഐ അല്ല കേട്ടോ, ഇ എന്നുള്ള സൗണ്ട് റോഡ് റോഡ്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാം, സാധാരണ ഗതി തലക്കലില്ലാതെ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അസനൻസ് എന്ന് പറയാം. ഇനി വിഷ്വൽ ഇമേജസ്, നിങ്ങൾ ഇതാണ് നന്നായിട്ട് പഠിക്കേണ്ടത്. നമ്മളെ ഹാൻഡ് ബുക്കിലും അതുപോലെ തന്നെ ഗവൺമെൻറ് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് സാധനങ്ങളൊക്കെ ഉള്ളത്, മറ്റ് ക്ലാസ്സുകളിലൊക്കെ കേട്ടതും കണ്ടതൊന്നും തെറ്റാന്നുള്ളതല്ല, പ്രിഫർ ചെയ്യേണ്ട ഇതാണ്. വിഷ്വൽ ഇമേജ് എന്ന് പറയാൻ നമുക്കറിയാം, നമ്മൾ അത് വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയതാണ് ഏത് വിഷ്വൽ ഇമേജ്. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ, വേർഡ് പിക്ചറാണ്, വാഗ്മയ ചിത്രമാണ്. അത് നമ്മൾ ഗ്രീൻ സോഡ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരും ഒരു ഗ്രേവി യാർഡ്, അതിൻ്റെ ചുറ്റുഭാഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പച്ചപ്പുല്ലൊക്കെ മുളച്ച് നിൽക്കുന്ന ആ രൂപം മനസ്സിൽ വരും. അങ്ങനെയുള്ളതിനെയാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയാം. ഇനി ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൻ്റെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റിയതാണ്. വീഡിയോ, വിഷ്വൽ, ഓഡിയോ, ഓഡിറ്ററി, ടച്ച്, ടാക്ടൈൽ നമ്മൾ തൊക്കുകൊണ്ട് മനസ്സിലാക്കുന്നത്, മൂക്കുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ സ്മെല്ലാകുമ്പോൾ ഓൾ ഫാക്ടറി, രുചിയായിട്ട് ബന്ധപ്പെട്ടത് ഗസ്റ്റേറ്ററി. ഇപ്പം നമുക്ക് ഇത്രേ പഠിക്കാനുള്ള, അപ്പം അതുകൊണ്ട് ഇത് പറഞ്ഞാൽ മതി. നോക്കുകൾ, സ്പാരോ ചേപ്പ് മനസ്സിലിങ്ങനെ എക്കോ ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥിക്കുക ഒച്ചയിലായിരിക്കും. ഷുക്ക് ഇൻ ദ വിൻഡ്, റെസിലിംഗ് സൗണ്ട് ഇങ്ങനെ വരും. ഓപ്പണിംഗ് ദ ഡോർ, പണ്ടത്തെ ഡോറുള്ള സെൻസിൽ ഇതിലൊക്കെ തന്നതുകൊണ്ടാണ് ഞാനത് ഉൾക്കൊള്ളിച്ചത്. അതെന്ത് ചെയ്യാൻ പറ്റത്, വിഷ്വലാണ് ഒരു തലത്തിൽ, അതുപോലെ തന്നെ ഏതുമാണ് ഓഡിറ്ററി ആണ്. നമ്മളെ പണ്ടത്തെ വാൽ തുറക്കുമ്പോൾ നന്നായിട്ട് ശബ്ദം ഉണ്ടാവും. റെഡിയല്ലേ? പിന്നെ ഇതൊക്കെ നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയതാണ്. നൗ റൈമിംഗ് വേർഡ്സ് ഇഷ്ടം പോലെ ഉണ്ടാകും, നിങ്ങൾക്ക് നോക്കി എഴുതാൻ പറ്റും. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പദ്യത്തിൽ കാണിച്ചല്ലോ, അവസാനം എന്ത് ചെയ്യുന്ന ഒരേ സൗണ്ടിൽ ലൈനിൻ്റെ അവസാനം ഒരേ സൗണ്ട് വരുന്നതാണ്. ഡേ, ലൈ പോലെ, ഇവ്, ഗ്രീവ് പോലെ, ഡൈ, ഐ പോലെ, അസ്ലീപ്പ്, പീപ്പ് പോലെ. നമുക്ക് വായിക്കാം, അറിയാതെ കുട്ടിക്ക് അതറിയും, കുഴപ്പമില്ലല്ലോ. റൈം സ്കീം ABCB ആണ്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കവിതയിലെ ഏത് സ്റ്റാൻസ് എടുത്താലും രണ്ടാമത്തെ പിന്നെ അവസാനത്തെ സൗണ്ട്, രണ്ടാമത്തെ ലൈനിൻ്റെ അവസാനത്തെ സൗണ്ടും നാലാമത്തെ ലൈനിൻ്റെ അവസാനത്തെ സൗണ്ടും ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ റൈം സ്കീം ABCB. അതിങ്ങനെ പഠിച്ചാൽ രണ്ട് പദ്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ABCB ആണ്. ലൈൻസ് റിട്ടൺ ഏർലി സ്പ്രിംഗ് ആണ് അതിൻ്റെ ഞാൻ പറയാം. അതിന് റൈം സ്കീം ഉണ്ട്, അത് രണ്ടേ പഠിക്കാനുള്ളത്, തെറ്റൂല. അത് ABCB ആണ്. ഏത് സ്റ്റാൻസിൻ്റെ ചോദിച്ചാൽ ABCB എന്ന് എഴുതിയാൽ മതി. റെഡിയല്ലേ? ഇനി നമ്മളതിലെ നമ്മളെ പോയറ്റിനൊന്ന് പരിചയപ്പെടാൻ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഈ ചോദ്യം ആദ്യം എഴുതിയെടുക്കുക, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒറ്റയ്ക്ക് എഴുതുക. കാര്യമെല്ലാം കൂട്ടത്തിൽ പോയിക്കോട്ടെ വിചാരിച്ചാൽ 6 മാർക്ക് നമുക്ക് ഉറപ്പിക്കാമല്ലോ അദ്ദേഹത്തിന് ചോദിക്കുകയാണെങ്കിൽ. എഴുതിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. റെഡിയല്ലേ? ഓക്കെ, റൈറ്റ് യെസ്. ഇനി അതിലുള്ള ലെറ്റസ് റീവിസിറ്റിലെ പരീക്ഷയ്ക്ക് വരാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾക്കറിയാം. ദ പീപ്പിൾ ഓഫ് ഫാദർ ഗില്ലിഗൻ ആൻഡ് പാരിഷ് വേർ, അവരെന്ത് ചെയ്യായിരുന്നു ഇതിലുണ്ട്, നിങ്ങൾ നോക്കിയതാണ്, ചെയ്തതായിരിക്കും. ദി ഓൾഡ് പ്രീസ്റ്റ് വാസ്, എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നതിലുണ്ട്, നോക്കി എഴുതണം. മാവ്റൺ മീൻസ് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലുണ്ട്. ഫാദർ ഗില്ലിഗൻ അവോക്ക് വിത്ത് എ സ്റ്റാർട്ട്, പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. റിയലൈസിങ് ഹി ഹാഡ് നോട്ട്, എന്താണെന്ന് അതിലുണ്ട്. ദ വേർഡ് ഫ്ലോക്ക് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പോയം മീൻസ്, ഇതൊക്കെ ബുക്കിലെ ആ ഭാഗത്തൊന്നും കൂടി ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ടെസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ. എന്താണ് ഫ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കണമെന്നാണ് അതിലുണ്ട്. ഞാൻ ഉത്തരങ്ങൾ ശ്രദ്ധിക്ക്. പീപ്പിൾ ഓഫ് ഫാദർ ഗില്ലിഗൻസ് പാരിഷ് വേർ സഫറിങ് ഫ്രം ആൻ എപ്പിഡമിക്, അറിയാലോ. ദി ഓൾഡ് പ്രീസ്റ്റ് വാസ് വിയറി, ക്ഷീണിതനായിരുന്നു. മാവ്റൺ മീൻസ് ആൻ എക്സ്പ്രഷൻ ഓഫ് സാഡോ. പിന്നെ ഫാദർ ഗില്ലിഗൻ അവോക്ക് വിത്ത് എ സ്റ്റാർട്ട് റിയലൈസിങ് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഡൺ ഹിസ് ഡ്യൂട്ടി, ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല എന്നുള്ളത് അത് ആലോചിച്ചിട്ടാണ്, തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം ഞെട്ടി ഉണർന്നത്. ദ വേർഡ് ഫ്ലോക്ക് മീൻസ് പീപ്പിൾ ഇൻ ദ പാരിഷ്. ഹു ഈസ് റാപ്ഡ് ഇൻ എ പർപ്പിൾ റോബ്, ദാറ്റ് ഈസ് ഗോഡ്, ദൈവമാണ്, നമുക്കറിയാത്. ദി എക്സ്പ്രഷൻ ഓഫ് ഗ്രീൻ സോഡ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഗ്രേവ്സ് കവേർഡ് ഓവർ ബൈ ഗ്രീൻ ഗ്രാസ്, നമുക്കറിയാം. പച്ചപ്പുല്ല് നിറഞ്ഞ ഏതാണ്, ഗ്രേവ്സ് ആണ്. പിന്നെ വാട്ട് ഈസ് റെഫേർഡ് ടു ആസ് മോത്ത് അവർ ഓഫ് ഈവ്, നമുക്കറിയാം. മോത്ത് അവർ ഓഫ് ഈവ് എന്ന് പറഞ്ഞാൽ ഈവനിങ് ആണ്. ഈവ് ഈവനിങ് ആണ്. മോർണിംഗ് ആയിരിക്കും, അറിയാലോ. കവിതയിൽ അങ്ങനത്തെ വാക്കുകൾ കണ്ടിട്ടുണ്ട്. വാലിക്ക് വെയിൽ, അങ്ങനെ പല രീതി ഉപയോഗിക്കണം, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. നോ, ഇത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഗോഡ് ഗ്രേവ്സ് കവേർഡ് ബൈ ഗ്രീൻ സോഡ്, ഈവനിങ് ക്ലിയർ ആണല്ലോ. നൗ അത് മൂന്നാമത്തെ ആക്ടിവിറ്റി, ഇതൊന്നും ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, ഗുണങ്ങൾ അറിയാമെന്നുള്ളതാണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം റിലീജിയസ് ആണ്. പിന്നെന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഗോഡ് ഫിയറിംഗ് ആണ്, പിറ്റിഫുൾ ആണ്, ഡ്യൂട്ടി കോൺഷ്യസ് ആണ്, ഒബീഡിയൻ്റ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ഏണസ്റ്റ് ആണ്, ആത്മാർത്ഥമുള്ള ആളാണ്, ഹംബിൾ ആണ്. ഓക്കെ ലേഡീസ്, റെഡി?
ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ 3 ഭാഗമായിട്ടാണ് നമ്മൾ ഈ പാഠങ്ങൾ വിട്ടിട്ടുള്ളത്. എല്ലാം വളരെ കറക്റ്റായിട്ട് ഓരോ ഭാഗം കൊടുത്തിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. വേണ്ടത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, റൈറ്റ്. യെസ് മക്കളെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, എല്ലാ കുട്ടികൾക്കും ഈ കവിത കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നത്. അതിൻ്റെ എല്ലാ തലങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതിലെ ചോദ്യങ്ങൾ തരിക ചെയ്യുക, പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്. അത് തരുന്നതോട് ഏത് കുട്ടിക്കും നിങ്ങൾ നല്ല പഠിച്ചാൽ ഏത് കുട്ടിക്കും അത് കംപ്ലീറ്റ് തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് കോൺഫിഡൻസ് ആവും. പിന്നെ പരീക്ഷയ്ക്ക് ഇതുവരെ വന്നതിലുള്ള ചോദ്യങ്ങൾ ചർച്ച ചെയ്യും. അതോടുകൂടി വളരെ കൃത്യമായൊരു എനിക്ക് പറ്റുമെന്ന ഒരു കൺവിക്ഷൻ നിങ്ങൾക്ക് വരും. അതോടുകൂടി A+ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ ഡിയേഴ്സ്, നൗ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ഭാഗങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും. പെട്ടെന്ന് വിടുമ്പോൾ ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം നമുക്കില്ലല്ലോ. കൃത്യമായിട്ട് പ്ലാനോട് കൂടി പോയിക്കോളൂ. ഇംഗ്ലീഷ് വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോവുക. വേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, മീറ്റ് യു അഗെയിൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.